2 വർഷം മാത്രം പഴക്കമുള്ള രാഷ്ട്രീയ പാർട്ടി. അതിനു മുൻപേ താരസംഘടനയായും അതിലൂടെയുള്ള ചാരിറ്റിയിലൂടെയും ഉണ്ടാക്കിയെടുത്ത അടിത്തറ. ചാരിറ്റിയാണോ അതോ താരാരാധനയാണോ വിജയുടെ ചരിത്ര വിജയത്തിന്റെ മൂല കാരണമെന്ന് ചോദിച്ചാൽ ഇത് രണ്ടുമെന്നാണ് ഉത്തരം. തമിഴകത്തിന്റെ തലവര തന്നെ മാറ്റുന്ന നിലയിൽ 108 സീറ്റുകൾ നേടിയാണ് കേവലം 2 വർഷം മാത്രം പ്രായമുള്ള ടി.വി.കെ തമിഴ്നാട്ടിൽ അധികാരത്തിലെത്തിയിരിക്കുന്നത്. 118 സീറ്റ് എന്ന കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്താൻ കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികളെയും ടി.വി.കെ കൂട്ടുപിടിക്കുന്നു. തെരഞ്ഞെടുപ്പ് ഫലം വരുന്നതിന് മുൻപ് വിജയുടെ വിജയം പ്രഖ്യാപിച്ച എക്സിറ്റ് പോൾ ഫലങ്ങളെ ദ്രാവിഡ പാർട്ടികൾ ഫലം വരുന്നതുവരെയും കണക്കിലെടുത്തിരുന്നു. സിനിമാ സ്റ്റൈൽ വിജയമെന്നും നാടകീയ വിജയമെന്നും ടി.വി.കെയുടെ വരവറിയിക്കലിനെ പറയുമ്പോൾ തമിഴകത്ത് വലിയൊരു വിഭാഗം വിജയെ കൂട്ടുപിടിച്ചിരിക്കുന്നുവെന്ന യാഥാർത്ഥ്യം കാണാതെ പോകാനാവില്ല. തുടക്കം മുതൽ വിജയ് തന്റെ പ്രസംഗങ്ങളിൽ ഏറ്റവും കൂടുതൽ കടന്നാക്രമിച്ചത് DMK ആണ്. തമിഴകത്ത് BJP-യെ ശക്തമായി എതിർത്ത DMK-ക്ക് പക്ഷേ ടി.വി.കെയുടെ കടന്നുവരവിൽ അടിപതറി. അണ്ണാ DMK-യുടെയും വിധി മറിച്ചല്ല. എന്നാൽ DMK-യെ സംബന്ധിച്ചിടത്തോളം 5 വർഷം സംസ്ഥാനം ഭരിച്ച മുഖ്യമന്ത്രി തന്നെ ടി.വി.കെ സ്ഥാനാർത്ഥിയോട് തോറ്റുപോകുന്ന സാഹചര്യം. എന്താണ് ദ്രാവിഡ പാർട്ടികൾക്ക് സംഭവിച്ചത്? ടി.വി.കെ പ്രളയത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോകാൻ മാത്രം വേരുറപ്പേ ദ്രാവിഡ പാർട്ടികൾക്ക് ഇന്ന് തമിഴ്നാട്ടിലുള്ളൂ എന്നാണോ? DMK-യുടെയും AIADMK-യുടെയും വോട്ടുകൾ ടി.വി.കെയിലേക്ക് എത്തിയതിന്റെ മൂല കാരണം കൂടി പരിശോധിച്ചു പോകാതിരിക്കുന്നത് എങ്ങനെ? ടി.വി.കെയുടെ വിജയം പരിശോധിക്കണമെങ്കിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം മുതൽ പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ വരെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. DMK ആയാലും AIADMK ആയാലും ടി.വി.കെ ആയാലും പ്രകടന പത്രികയിൽ മറ്റു പദ്ധതികൾക്കൊപ്പം സൗജന്യ യാത്ര, സൗജന്യ LPG തുടങ്ങി സൗജന്യങ്ങളുടെ ഒരു നീണ്ട നിര തന്നെയുണ്ട്. താരതമ്യേന സൗജന്യ പാക്കേജുകളുടെ കുറവ് DMK-യുടെ പ്രകടന പത്രികയിലാണെന്ന് പറയേണ്ടി വരും. ഇത് തമിഴ് രാഷ്ട്രീയത്തിൽ പുത്തരിയുമല്ല. കലൈഞ്ചർ മുതൽ ജയലളിത വരെയുള്ള കാലത്തും പേരും ചിത്രവും പതിച്ച സൈക്കിളും ടാബുകളും ലാപ്ടോപ്പുകളും നമ്മൾ കണ്ടതാണ്. സൗജന്യ വാഗ്ദാനങ്ങൾ നൽകി വോട്ട് പിടിക്കുന്നതിൽ പുതുതായി എത്തിയ ടി.വി.കെ പോലും വ്യത്യസ്തരല്ല. ഒരുപക്ഷെ ദ്രാവിഡ പാർട്ടികളെക്കാൾ കൂടുതൽ LPG-യും പെൻഷനും സ്ത്രീകൾക്കുള്ള മാസാമാസം നൽകുന്ന തുകയും അടക്കം സൗജന്യ വാഗ്ദാനങ്ങൾ കൂടുതൽ പ്രഖ്യാപിച്ചത് ടി.വി.കെ ആണ്. ഇത്തവണ ടി.വി.കെയുടെ വിജയത്തെ പരിഗണിക്കുമ്പോൾ അവർ മുന്നോട്ട് വെച്ച സ്ഥാനാർത്ഥികളെ പറയാതിരിക്കുന്നത് എങ്ങനെ? തമിഴകത്തെ സാധാരണയുള്ള എല്ലാ കീഴ്വഴക്കങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് ഇക്കുറി തമിഴ്നാട്ടിൽ ടി.വി.കെ സ്ഥാനാർത്ഥികളെ നിർത്തിയത്. തമിഴ്നാട് നിയമസഭയിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്ന് ഇത്തവണ 25 പേർ പ്രതിനിധികളായി സഭയിലെത്തുന്നു. അതിൽ 13 പേരും ടി.വി.കെ പ്രതിനിധികളാണ്. പെരമ്പൂരിൽ നിന്നും ട്രിച്ചി ഈസ്റ്റിൽ നിന്നും വിജയിച്ച വിജയും RK നഗറിൽ നിന്നും മാരി വിൽസണും റാണിപ്പേട്ടിൽ നിന്നും വിജയിച്ച താഹിറയും ഈ പട്ടികയിൽ ഉൾപ്പെടുന്നു. എന്നാൽ കഴിഞ്ഞ നിയമസഭയിൽ ന്യൂനപക്ഷ MLA-മാരുടെ ആകെ എണ്ണം 15 ആണെന്ന് ഓർക്കണം. ഇത്തവണ 50 പേരാണ് SC/ST വിഭാഗത്തിൽ നിന്നും വിജയിച്ച് തമിഴ്നാട് നിയമസഭയിലെത്തുന്നത്. അതിൽ 44 സംവരണ സീറ്റുകളിൽ നിന്നുമായി വിജയിച്ച ടി.വി.കെ പ്രതിനിധികളുടെ എണ്ണം 24 ആണ്. മറ്റൊന്ന് സ്ത്രീ പ്രാതിനിധ്യമാണ്. 23 സ്ത്രീകളാണ് ഇത്തവണ നിയമസഭയിലേക്ക് എത്തുന്നത്. അതിൽ 13 പേരും ടി.വി.കെയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ചവരാണ്. AIADMK ടിക്കറ്റിൽ മത്സരിച്ച് 6 സ്ത്രീകൾ വിജയിച്ചപ്പോൾ കോൺഗ്രസ്, പട്ടാണി മക്കൾ കച്ചി, CPI, DMDK എന്നീ പാർട്ടികളിൽ നിന്നും ഓരോ സ്ത്രീകൾ വീതമാണ് വിജയിച്ചത്. എന്നാൽ DMK നിർത്തിയ 19 പേരിൽ ഒരാൾ പോലും വിജയിച്ചില്ലെന്നതും ശ്രദ്ധേയം. ടി.വി.കെ 8 ജനറൽ സീറ്റുകളിൽ ദലിത് സ്ഥാനാർത്ഥികളെ നിർത്തി. ഇതിൽ വിരുദാചലത്തു നിന്ന് P. സെൽവവും നങ്കുനേരിയിൽ നിന്ന് V. നാരായണനുമടക്കം 4 പേർ വിജയിച്ചു. ടി.വി.കെക്ക് പുറമെ ജനറൽ സീറ്റിൽ നിന്നും വിജയിച്ച ഏക ദലിത് സ്ഥാനാർത്ഥി കോൺഗ്രസിൽ നിന്നും മത്സരിച്ച P. വിശ്വനാഥനാണ്. ഇക്കുറി ടി.വി.കെ പ്രതിനിധികളായി 2 ബ്രാഹ്മണരും എത്തുന്നു എന്ന പ്രത്യേകതയുമുണ്ട്. ടി.വി.കെ സ്ഥാനാർത്ഥി പ്രഖ്യാപന സമയത്ത് 30-കാരനായ R. ശബരിനാഥനെ വിരുകുമ്പക്കം മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുന്ന സമയത്തെ വികാര നിമിഷങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടതാണ്. ഏറെ നാളായി വിജയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഡ്രൈവറും PI-യും ഒക്കെയായ രാജേന്ദ്രന്റെ മകനാണ് ശബരിനാഥൻ. സമാനമായി തിരുവിക്ക നഗറിൽ നിന്നും മത്സരിച്ച 8 മാസം ഗർഭിണിയായ MR പല്ലവി, 44-കാരിയായ J. കാമാച്ചി തുടങ്ങി തമിഴക രാഷ്ട്രീയത്തിൽ പൊതുവിൽ കാണാത്തവരെ, ദളിതരെ എല്ലാം വിജയുടെ കച്ചിയിൽ സ്ഥാനാർത്ഥികളായി നാം കണ്ടു. എന്നാൽ ഇതുകൊണ്ട് മാത്രം ഭരണ മികവ് പുലർത്താനാവുമോ എന്നതാണ് ചോദ്യം. ടി.വി.കെയുടെ വിജയിച്ച സ്ഥാനാർത്ഥികളിൽ ഭൂരിഭാഗം പേരും രാഷ്ട്രീയത്തിൽ മുന്നേ പ്രവർത്തിച്ചവരോ രാഷ്ട്രീയവുമായി ബന്ധമുള്ളവരോ അല്ല. അത് മുന്നോട്ടുള്ള ഭരണത്തെ ബാധിക്കുമോ? വിജയ് ഇനി മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ നിലപാടുകൾ എന്തൊക്കെയായിരിക്കും? ഇത് BJP-ക്ക് തമിഴകത്ത് വേരാഴ്ത്താനുള്ള പാതയൊരുക്കലാകുമോ? തമിഴകത്തിന്റെ മുതലമൈച്ചറാകുന്ന വിജയുടെ 5 വർഷങ്ങൾ എന്താകുമെന്ന ആകാംക്ഷയിലാണ് തമിഴ്നാടിനകത്തും പുറത്തുമുള്ള ജനത. വിസിലടിക്ക റെഡിയാ?